നമസ്കാരം. കുട്ടിക്കലവറയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. കവിളിണയിൽ കുങ്കുമവുമായി ദേവനന്ദയും കൃഷ്ണമൂർത്തിയും. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. കുട്ടിക്കുറുമ്പൻ കൃഷ്ണമൂർത്തിയുടെ വീട്ടിൽ ഡിനി. ഞാൻ പ്ലേറ്റിലേക്ക് ആക്കുവാണ്. പീനട്ട് മസാല റെഡി. ഹരം കൊള്ളിച്ച പാവകളിയുമായി അവൈ സന്തോഷ്. तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ, किसी ज़बान में भी. അജേട്ടാ, എന്തോ? കുട്ടിക്കലവറ തകർത്തോണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, പാട്ടായി, മേളമായി, ഒരുപാട് വെറൈറ്റീസ് ആയി. ഒപ്പം തന്നെ അത്യാവശ്യം തമാശ പറയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ചിലതൊക്കെ ചീറ്റി പോകുന്നുണ്ട്, അത് പോട്ടെ. കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്, എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റാതാവുന്നുണ്ട്. ചിലർ അണിഞ്ഞൊരുങ്ങി ഇവിടെ വന്നിരിപ്പുണ്ട്, ചില ആളുകൾ. അപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കണം. നമ്മുടെ ഇനി അടുത്തത് ആരെ വിളിക്കാനുള്ളത്, അവരെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് വിളിക്കാം. ഈ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലൂ സാരിയൊക്കെ കൊടുത്ത് ഏതോ ഒരു എന്താ പറയുക, തുണിക്കടയുടെ പരസ്യം പോലെ ഇവിടെ ഒരാളിരിക്കുന്നു. നമുക്ക് വിളിക്കാം. പട്ടുസാരിയുടെ നേരത്തെ പ്രേമി പറഞ്ഞു രൂപ ചേച്ചിയുടെ അഭാവം മറയ്ക്കാനായിട്ട് രൂപ ചേച്ചിയുടെ അനിയത്തി എന്നുള്ള ഇല്ലേ? പക്ഷെ ആ റേഞ്ച് പിടിക്കണ്ട. എത്തില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് തമിഴിലൂടെ പറയണം അവിടെ. അതെ അതെ. ഓക്കെ, തമിഴിലെ പേസലാമാ? கொஞ்சம் கொஞ்சம் பேசலாமா? வாங்க, ஸ்ட்ராங்கா வாங்க, மேடைக்கு வாங்க. வணக்கம். வணக்கம். சௌக்கியமா? சௌக்கியம். வணக்கம். வணக்கம். எப்படி இருக்கீங்க? நல்லா இருக்கு. இந்த மேடையில இன்னைக்கு தமிழ் மட்டும் பேசலாம். தமிழ் மாத்திரம் ஒரு தமிழ் பாட்டும் பாடியோ. தமிழ் பாட்டு பாடாது. பாட்டு இல்ல, എനിക്ക് വേണ്ടി വെച്ചേക്കാണോ? நான் சூப்பரா ஒரு பாட்டு கத்து கொடுத்திருக்காங்க, அவங்க பாடுவாங்க. ശരി, ഞാൻ 4 ലൈൻ തമിഴ് പാട്ട് പാടാം. ലൈനുകൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ശരി. കണ്ണാളനേ எனது கண்ணி நீற்றோடு காணவில்லை, என் கண்களே பறித்து கொண்டு ஏனிந்த பேசவில்லை, ஆளால ஒரு சீரி அறியாமலே ஆலிப்பாயும் சிறு தேதல் நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறுமேனோ, வாழ் பேசவே வாழ்பிள்ளை வலி பேர வழி என்னவோ, கண்ணாளனே எனது கண்ணி நேற்றோடு കാണവില്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ഈ പാട്ടിനെ നമ്മുടെ ചാരു ഒന്ന് ജഡ്ജ് ചെയ്യട്ടെ. അതെ അതെ. കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞും, അതുകൊണ്ട് 95 മാർക്സ് ഞാൻ കൊടുത്തു. കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ എണീറ്റ് കൈയടിച്ചിട്ടുണ്ടാവും. അടിക്കും, കർണത്തടിക്കും. എനിക്ക് എണീറ്റ് നിന്ന് കൈയടിക്കണമെന്നുണ്ട്, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പാടായോണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഡിനി എന്നുള്ള പേരിനകത്ത് ഒരു കൗതുകം കാണുന്നുണ്ട്. അതെന്താ അങ്ങനെ വരാൻ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. ഡിനി മാത്രമുള്ള അതോ വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ ഉണ്ടോ? ഡിനി എലിസബത്ത് ഡാനിയൽ. നന്നായി, ഡിനി നല്ലത്. പിന്നെ അങ്ങ് പോകണ്ട, വേറെ വഴിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്ന നല്ലത്. കുട്ടികളെ വിളിക്കണ്ടേ നമ്മുടെ? പിന്നെ തീർച്ചയായിട്ടും എന്റെ മുത്ത്. വെൽക്കം കുട്ടിക്കലവറ. എന്ത് പറ്റിയെന്നറിയില്ല, ഇത്തവണത്തെ വരവിലൊക്കെ ഒരു ചെറിയ ഉഷാറ് കുറവുണ്ട്. എന്തു പറ്റി കൃഷ്ണമൂർത്തി? ആ ചേട്ടൻ സീരിയസ് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പറ്റൂലല്ലോ. എന്തു പറ്റി കൃഷ്ണമൂർത്തിക്ക്? മോള് പറ. കൃഷ്ണമൂർത്തിക്ക് ഇപ്പൊ എന്നെ അവിടെ ഇരുന്നപ്പോഴേ അവനിങ്ങനെ ഇരുവന്റെ വള്ളി ഇട്ട് ഇങ്ങനെ വരയ്ക്കപ്പോ എന്റെ ദേഹത്തുണ്ട്. അപ്പൊ ഞാൻ എന്റെ ദേഹത്ത് കൊള്ളുന്നു പറഞ്ഞു. അല്ല, ഇപ്പൊ എന്നോട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നതും കാണാം, 5 മിനിറ്റകം ഇണങ്ങുന്നതും കാണാം. പിന്നെ അതൊന്നും വെറുതെ വലിയ കാര്യമല്ല. ഇപ്പൊ ഇവരുടെ പിണക്കം മാറ്റാനായിട്ട് മെൻഡറായ സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല കഴിച്ചോക്കട്ടെ, എന്തിനാ ഇപ്പൊ പിണങ്ങിയിരിക്കുന്നേ? ഇപ്പൊ എന്നെ കൂടില്ല.
ദയാനന്ദ കൂടുന്നില്ല. അത് നേരത്തെ എന്നോട് പറഞ്ഞില്ല. എന്നോട് നേരത്തെ പറഞ്ഞു ചേച്ചി എന്നോട് ദയാനന്ദ എന്നോട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി കൈയിട്ട് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഇവര് പിണക്കം. അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇവര് ഭയങ്കര കൂട്ടാണ്. അത് ശരി, അഭിനയാണല്ലേ ഫ്ലോറിൽ വന്നിട്ട്? ഫ്ലോറിൽ വന്നിട്ടല്ല, അവിടെ ഇരുന്ന് ഭയങ്കര കൂട്ടും, ഇവിടെ വരുമ്പോ പിണക്കോ? ഞങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ഇനി ഞങ്ങൾ അതിനെപ്പറ്റി ചോദിക്കുന്നേ ഇല്ല. നിങ്ങൾ പിണക്കം ഇല്ലെന്ന് പറ. അത് കൈ കൊടുത്തേ, ഒന്ന് കൈ കൊടുത്തേ. അത് മാത്രല്ല ഇപ്പൊ പക്കുറിച്ചേട്ടൻ ഇപ്പൊ ദയാനന്ദൻ ഇങ്ങനെ പിടിച്ചത്. അപ്പൊ അതാണ് പ്രശ്നം. പക്രുച്ചേട്ടൻ ദയാനന്ദ ഇങ്ങനെ പിടിച്ചതാണ് പ്രശ്നം. ഞാൻ വിളിക്കുന്നില്ല, പോരെ. ഞാൻ ഇനി വിളിക്കുന്നില്ല. അതെ, ഹാപ്പി ആയില്ലേ? സമാധാനമായി. ചേട്ടൻ വിളിക്കില്ല, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കത്തില്ല. പോരെ, സന്തോഷായോ? പക്ഷെ എനിക്കിഷ്ടാട്ടോ കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി, അപ്പൊ ദയാനന്ദ കൃഷ്ണമൂർത്തി, അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്ന് ദേവനന്ദ എന്താ ഇന്ന് ചെയ്യാൻ പോണേ? ഞങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസ്. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണോ? ഓഹോ, കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി എന്റെ ഗാനം നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മറന്നു വരും. എങ്ങനെ 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 കണ്ടോ എന്ത് സ്നേഹമുള്ള കുഞ്ഞുങ്ങളാ. അല്ല, ഇതിലും മെൻറ രക്ഷപ്പെട്ടു. അതെ, ഇത്രയും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ കിട്ടി ഇവിടെ വേറെ ആർക്കും കാണില്ല. അതെ, മെന്ററിന്റെ ടാസ്ക് പോലും സ്വയം ചെയ്തു തരാതെ എന്നെ രക്ഷപ്പെടുത്തി. അജേട്ടാ എന്തായാലും രണ്ടുപേരും തകർത്ത് കളഞ്ഞു. അല്ല, കൃഷ്ണമൂർത്തി ലാലേട്ടനെ ആ ഡാൻസ് ചെയ്തില്ലെങ്കിൽ അടി കറക്റ്റ്. അടി കറക്റ്റ് സമയത്ത് കൊടുത്തു. ടൈമിംഗ്. എന്തായാലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കുട്ടിക്കലവറയിൽ അടുത്തതായി ഒരു ഉഗ്രൻ വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഞാനിപ്പോൾ നമ്മുടെ കൃഷ്ണമൂർത്തിയുടെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്താൻ പോവാം. അവിടുത്തെ അവൻ്റെ എന്തൊക്കെയാ കാണിക്കുന്നത് നമുക്ക് നോക്കിയാലോ. വീട്ടിൽ പുലിയും പുറത്തിറങ്ങിയാൽ എലിയും എന്നുള്ള പതിവ് രീതികളെ തിരുത്തിക്കുറിച്ച കൃഷ്ണമൂർത്തിയുടെ വീട്ടുവിശേഷങ്ങൾ ഒന്നറിഞ്ഞാലോ? ഹായ് സരിത. ഹായ് ലിലി. ഹായ്. പിന്നെ അതുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. പ്രശസ്ത സിനിമാ സീരിയൽ താരമായ സരിതയുടെ പൊന്നോമനയാണ് നമ്മുടെ കൃഷ്ണമൂർത്തി. പിന്നെ എന്നാണ് വിശേഷമൊക്കെ? കൃഷ്ണമൂർത്തി എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ? വീട്ടിലാള് പാവാണ്. സത്യം പറഞ്ഞ ഷോ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ വണ്ടടിച്ചു പോയി, ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്തായിപ്പോയി. അപ്പൊ അങ്ങനെ വീട്ടിൽ സംസാരിക്കത്തേ ഇല്ല? വലിയ ശല്യമൊന്നുമില്ല, മിടുക്കനാണ്, ഒരു ശല്യമൊന്നുമില്ല. പക്ഷെ അവിടെ വന്നപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പുള്ളിയുടെ കളിയൊക്കെ എങ്ങനെ? തനിച്ചാണോ കളിക്കുന്നത്? സാധാരണ കളിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ കുറവാണ്, തനിച്ചാണ്. ഏത് ടൈപ്പ് ഓഫ് കളികളാണ് പൊതുവെ എടുക്കുന്നത്? മൊബൈൽ കളികളാണ് അല്ലേ? അല്ലാതെ ഈ സാധാരണ കൊച്ചു പിള്ളേർ ഓരോരോ കളികളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളി, അങ്ങനെ ഫൈറ്റിംഗ്, അങ്ങനത്തെ കളികളൊന്നും ഇല്ലല്ലോ. ആളെന്തേ? ആൾ അവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതൊക്കെ പൊക്കിക്കും നമുക്ക്. ടാബ് വിളിച്ചിട്ടിരിക്കാം, വിളിച്ചിട്ട് വരാം. ശരി, ആയിക്കോട്ടെ. കൃഷ്ണമൂർത്തിക്ക് അങ്ങനെ നമ്മൾ വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം എന്താന്ന്. പ്രതീക്ഷ ഞങ്ങളെ പ്രതീക്ഷ ഇവിടെ എന്താ പ്രതീക്ഷ? ഞാൻ പറഞ്ഞില്ലേ അന്നേ, ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഉള്ള ചട്ടമ്പിത്തരവും കളത്തരവും ഒക്കെ എനിക്ക് അറിയണം. ഞാൻ ഇവിടെയൊക്കെ വരുമെന്ന് പറഞ്ഞില്ലേ. പ്രതീക്ഷ ഇവിടെ വരുമെന്ന് ജീവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ വീട്ടില് ഭയങ്കര ക്വയറ്റാന്ന് പറഞ്ഞില്ലേ. ചമ്മല കണ്ടോ ആ സ്ഥലത്ത്? അവിടെ അങ്ങനെയാണോ? ഇത്ര ചമ്മലൊക്കെ ഉണ്ടോ കൃഷ്ണമൂർത്തി? ഞാൻ ആദ്യമായിട്ട് കാണോ കൃഷ്ണമൂർത്തി ഈ ഒരു ഫേസ്. സാധാരണ എന്തിനും റെഡി, ഞാൻ ഫ്രണ്ടിൽ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളാണ്. കൊള്ളാലോ, ഇതൊക്കെ തന്നെ വരച്ചാണോ? ആരാണ്ട് വരച്ചിട്ട് പെയിന്റിങ് മാത്രം ചെയ്തതേ ഉള്ളൂ, അതല്ലേ സത്യം? മിടുക്കനാണല്ലോ, കൊള്ളാം. നല്ല കറക്റ്റായിട്ടാ പെയിന്റ് ചെയ്തേക്കുന്നത്. മിടുക്കൻ. കുട്ടിക്കലവറയിലെ റൊമാൻറ്റിക് ഹീറോയും
വായാടിയുമായ കൃഷ്ണമൂർത്തി പക്ഷേ വീട്ടിൽ നിശബ്ദനാണെന്നാണ് അമ്മ സരിതയുടെ അഭിപ്രായം. അജയേട്ടാ, കുട്ടിക്കലവറയിൽ കുക്കറിയുടെ ടൈമായി. അതെ, കാണണ്ടേ? വിശപ്പ് വരുമ്പോഴാണ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എനിക്ക് പക്ഷേ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വിശപ്പ് തോന്നാറില്ല. പക്ഷേ നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. പോയി തിരിച്ചു വരാം കുട്ടിക്കലവറയിൽ. ഇന്നത്തെ കാന്താരി പാചകത്തിലെ വിഭവം പീനട്ട് മസാലയാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോണ പീനട്ട് മസാലയാണ്. പീനട്ട് മസാല പറഞ്ഞ ഒലീവ് ഓയിൽ വെച്ചിട്ട് ഒരു ഡിഷാണ്. അതിപ്പോ നമുക്ക് ഒരു ഈസി ഡിഷാണ്. അത് വേഗം ഉണ്ടാക്കി തരാനാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡെക്കറേഷനിലായിരിക്കും ഇതിന്റെ പ്രൈസ് ഒക്കെ കൊടുക്കുന്നത്. ചേരുവകൾ: പീനട്ട്, കുരുമുളക് പൊടി, സവാള, നാരങ്ങ, മല്ലിയില, പച്ചമുളക്. ഉണ്ടാക്കാൻ പോണത് പീനട്ട് മസാലയാണ്. അതിനെന്തൊക്കെ വേണമെന്നറിയാമോ? കടല വേണം, എള്ള വേണം, പച്ചമുളക് വേണം, നാരങ്ങ വേണം, സവാള വേണം, മല്ലിയില വേണം, പിന്നെ കുരുമുളക് വേണം, ഉപ്പ് വേണം. നീ അല്ലേ പറയാറുണ്ടല്ലോ എനിക്ക് ചെയ്യണം എന്ന്. ഇപ്പൊ എന്ത് പറ്റി? ഇല്ല, ഞാൻ വിട്ടുകളി. ഞാൻ ചെയ്തു തുടങ്ങുമ്പോ നീ വരൂല്ലോ ശല്യം ചെയ്യാൻ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് പീനട്ട് മസാലയാണ്. ഞാൻ ഇതുവരെ എൻ്റെ പേര് കേട്ടിട്ടുമില്ല, ഇതുവരെ കഴിച്ചിട്ടുമില്ല. നീ ഇത് കഴിച്ചിട്ടുണ്ടോ ഈ പീനട്ട് മസാല? ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലേ? ഞാനും കഴിച്ചിട്ടില്ല. എന്തായാലും അവരൊക്കെ പറഞ്ഞ പോലെയൊക്കെ ഞങ്ങൾ ചെയ്യാം അല്ലേ? സവാള എന്തിലാവട്ടെ പോ. പീനട്ട് മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയോ? ആദ്യം ഒണിയൻ ഇടാം, പിന്നെ പച്ചമുളക് ഇടാം, പിന്നെ കുറച്ച് ഉപ്പിടാം, പിന്നെ കുരുമുളക് പൊടി ഇടണം, പിന്നെ ഈ കടല ഇടണം, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കണം, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഈ ലെമൺ ഇങ്ങനെ കുറച്ച് മതി, അതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ കുറച്ച് മിക്സ് ചെയ്ത് അത് കഴിയുമ്പോൾ ഞങ്ങൾ നല്ലൊരു പീനട്ട് മസാല റെഡിയാവും അല്ലേ? ഞാൻ പറഞ്ഞത് എണ്ണ ഇടരുതെന്ന് പറഞ്ഞല്ലോ. ഒരു വായിൽ കുറച്ചിടാൻ പാടുന്ന് പണിയിട്ടല്ലേ? നീ ഇട്ടോണ്ട് പണി കിട്ടും. ശരിയാക്കി ഇത് ചീത്തയാക്കരുത് കേട്ടോ. നോക്കുമ്പോ സങ്കടം. മസാല ഉണ്ടാക്കി. ഞങ്ങളത് എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്കറിയില്ലേ? ആദ്യം ഈ ഒനിയൻ ഇട്ടിട്ട് ബൗളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് കുറച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പെപ്പറും സോൾട്ടും ഇട്ടു. അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചു അതിന്റെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നാരങ്ങ ഇട്ടിട്ട് നാരങ്ങ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കും. ഞങ്ങളുടെ ഡെക്കറേഷനൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇട്ടു, പെപ്പർ പൗഡർ ഇട്ടു. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി ഒലീവ് ഓയിൽ ഒഴിക്കാം.
ടേസ്റ്റ് കേട്ടോ. ഞങ്ങള് ഇട്ടത് പച്ചമുളക്, സവാള, കടലയും എണ്ണയും ബ്ലാക്ക് സോൾട്ടും ഉപ്പും. ഇനി നമുക്ക് മല്ലിയില ഇടാവേ. മതിയോ? കുറച്ചിട്ടോ? ടേസ്റ്റ് നോക്കിക്കോട്ടെ. വേണ്ടല്ലോ, ചെഫ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാട്ടാ. മോനെപ്പ അവിടെ മര്യാദക്ക് നിൽക്കും. അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കൂടി വെച്ചോട്ടെ. വേണ്ട, ചെറുതാറി. അത് ഞാൻ മുറിച്ചോളട്ടാ. നീ മുറിച്ച നിന്റെ കൈ മുറിയും. ഇല്ല, ഞാൻ തല്ല മുറിച്ചോളാം. ഞാൻ പ്ലേറ്റിലേക്ക് ആക്കുവാണ്. തീർന്നോ? ഇത്രയുള്ളല്ലേ? അതൊക്കെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനം. ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതില്. ഞങ്ങളുടെ പീനട്ട് മസാല റെഡി. ഞങ്ങളുടെ പീനട്ട് മസാല റെഡി. ഞങ്ങളുടെ പീനട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. കൂടിപ്പോയി. എന്ത് നാരങ്ങ? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇടാന്ന് പറയുമ്പോൾ നീ അവിടെ നിട്ടു. അതിന്റെ ആദ്യം ഇടാന്ന് പറഞ്ഞപ്പോ നീയല്ലേ എടുത്തു. ഞാനായിട്ട് ഒന്ന് പോയി. പ്രശ്നം പ്രശ്നം. ഇന്നത്തെ കുട്ടിപ്പാചകത്തിലെ വിജയി അഭിനന്ദും അഭിനവുമാണ്. ഓം ശാന്തി ഓം എന്ന ചിത്രത്തിൽ ഷാറുഖ് ഖാനും ദീപിക പദുകോണും അഭിനയിച്ച് തകർത്ത റൊമാൻറ്റിക് ഗാനരംഗം ആരും മറക്കില്ല. പ്രണയം നിറഞ്ഞു തുളുമ്പിയ ആ ഗാനവും നൃത്തവുമായി നമ്മുടെ പ്രിയപ്പെട്ട ഔവൈ സന്തോഷ് രണ്ട് ബൊമ്മകളുമായി കുട്ടിക്കലവറയിൽ പ്രണയം നിറയ്ക്കാൻ എത്തുന്നു. तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ. तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ. किसी ज़बान में भी वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूं. मैं अगर कहूँ तुम सा हंसी कायनात में नहीं है कहीं. तारीफ ये भी तो सच है कुछ भी नहीं. तुम हुए मेहरबान तो है ये
सितारे